എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഈ റീഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള എനർജി എന്താണെന്ന്. അതോടൊപ്പം തന്നെ ആ പേഴ്സൺ എന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി വെച്ചിട്ട് മനസ്സിലാകുന്നത്, ആ പേഴ്സൺ എല്ലാ കാര്യങ്ങളും വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരിക്കലും ആ പേഴ്സന് പറയാനുള്ളത് മറച്ചു വെച്ച് നടക്കണമെന്ന് ഒരിക്കലും ആ പേഴ്സൺ ചിന്തിക്കാറില്ല. ആ പേഴ്സന് പ്രിയപ്പെട്ടവരാരാണെങ്കിലും അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്രത്തോളം ഇത് മറച്ചു വെച്ചാലും എത്ര നാൾ മറച്ചു വയ്ക്കും, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എത്ര നാൾ മറച്ചു വയ്ക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും പറയാനാണെങ്കിലും അത് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ആ പറയുന്ന സമയത്ത് തന്നെ പറയുന്ന കാര്യങ്ങൾ ആരോടാണോ ആ പേഴ്സൺ പറയുന്നത് അവർക്ക് മനസ്സിലാകുക കൂടെ ചെയ്യണം. അല്ലാതെ നമ്മൾ പറയുന്നു പക്ഷേ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, പക്ഷെ നിങ്ങൾക്കത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും ആ പേഴ്സൺ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ആ പേഴ്സൺ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആ പേഴ്സൻ്റെ ഫീലിങ്സ് അത് എന്താണെങ്കിലും നിങ്ങളോട് അത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സൺ വ്യക്തമായി തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു രീതിയിൽ, ആഗ്രഹിച്ച അത്രത്തോളം നന്നായിട്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്തായാലും ആ പേഴ്സണ് പറയേണ്ടത് എന്തായാലും അത് നിങ്ങളോട് തുറന്ന് പറയണം. തുറന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അതായത് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്നല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ആരോടാണോ ആ പേഴ്സൺ സംസാരിക്കുന്നത്, എന്താണോ ആ പേഴ്സൺ സംസാരിക്കുന്നത് അത് വ്യക്തതയോടെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് പറയാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നത് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ആ പേഴ്സണ് തീരെ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത്, എൻ്റെ ഫീലിങ്സ് എന്താണെങ്കിലും അത് നല്ല രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെങ്കിലും അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ പേഴ്സൺ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് ആ പേഴ്സണ് ഇഷ്ടമില്ല. അതിപ്പോൾ ആ പേഴ്സണ് മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാനാണല്ലോ ആഗ്രഹം. അപ്പോൾ ആ പേഴ്സണ് സന്തോഷമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്താണോ പറയേണ്ടത് അത് നിങ്ങളോട് പറയണം. അപ്പോൾ അത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരണം. എങ്കിൽ ആ പേഴ്സണ് ഇപ്പോഴുള്ള വിഷമം മാറുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളത് പറയാൻ ആ പേഴ്സണൊരു അവസരം കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. ഇനി ഒരു അവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത്, നിങ്ങളങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെങ്കിലും അത് നിങ്ങളോട് പറയണം. വെറുതെ പറയുകയല്ല, അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന്
ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെങ്കിലും അത് വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയണം. പറയുക മാത്രമല്ല, ആ പറയുന്ന സമയത്ത് നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയം, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള സമയം, ആ ഒരു സമയം ആ പേഴ്സൺ ഒത്തിരി സന്തോഷം നൽകിയിട്ടുള്ള ഒരു സമയമായിരുന്നു. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ പേഴ്സണോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങൾക്കും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് സന്തോഷമുണ്ടായിരുന്നു എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ എന്തോ ഒരു പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ആ പേഴ്സണ് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അത് ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്കിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചിരിയാണ് ആ പേഴ്സണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇപ്പോൾ. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഒത്തിരി ചിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും ഒത്തിരി ചിരിക്കുമെന്നല്ല, എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിരി കേൾക്കാൻ ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് തമാശയൊക്കെ പറയുന്ന ഒരാളായിരിക്കാം. അത് ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ്. ഇനി നിങ്ങൾ ഒത്തിരി ചിരിക്കുന്ന ആളല്ല, നിങ്ങൾ ഒരുപാട് തമാശ പറയുന്ന ആളല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് തമാശ പറയുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും തമാശ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ചിരിക്കുന്നുണ്ടായിരിക്കാം, അതായത് ചിരിച്ചിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൻ്റെ തമാശയ്ക്ക് വേറെ ആരും ഇതുപോലെ ചിരിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ അതേ തമാശ മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരത്രയും ചിരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ പേഴ്സൺ എന്ത് തമാശ പറഞ്ഞാലും, ചെറിയൊരു തമാശയാണെങ്കിൽ പോലും നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിരി കേൾക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിരി കാണാൻ ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ചിരി ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ പേഴ്സണ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളോട് വഴക്കിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങിയത് കൊണ്ടോ ആ പേഴ്സണ് ഒരിക്കലും സന്തോഷം ലഭിച്ചിട്ടില്ല. ആ പേഴ്സണ് അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അത് കാരണം ആ പേഴ്സണ് അത്ര സന്തോഷം ലഭിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എന്തിനാണ് പിണങ്ങാൻ പോകുന്നത്, എന്തിനാണ് വഴക്കിടാൻ പോകുന്നത്, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഒരാളോട് പിണങ്ങിയത് കൊണ്ടോ ഒരാളോട് വഴക്കിട്ടത് കൊണ്ടോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒരാളോട് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരാളോട് വഴക്കിട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഒന്നും നമുക്ക് ലഭിക്കില്ല. പിന്നീട് നമുക്കത് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് പിന്നീട് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമേ ആയിരിക്കില്ല എന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയത്തെക്കുറിച്ചാണ്. ആ ഒരു സമയം എത്ര മനോഹരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ പേഴ്സണ് മനസ്സിലാകുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയം, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം എത്ര മനോഹരമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു, അല്ലെങ്കിൽ എത്ര ആ പേഴ്സണ് സന്തോഷം നൽകിയിട്ടുള്ള, എത്രമാത്രം ആ പേഴ്സണ് സന്തോഷം നൽകിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങില്ലായിരുന്നു. ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ പോലും നിങ്ങളോട് വന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റാൻ ആ പേഴ്സൺ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ആ പേഴ്സൺ ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എങ്ങനെ മാറ്റാമെന്നാണ്. അതായത് എങ്ങനെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറ്റാം,
അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുമോ, എങ്ങനെ നിങ്ങളോട് സംസാരിക്കാം, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമോ, എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ സാധിക്കുക, എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലാകുക. അതായത് ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകുമോ. എന്തായാലും ആ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ പേഴ്സണിൻ്റെ അവസരം ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ്. പക്ഷേ എന്നിരുന്നാലും ആ പേഴ്സണൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മുൻപത്തേക്കാൾ ഒരു കോൺഫിഡൻസ് ആ പേഴ്സൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോഴും ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറ്റാൻ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത്, ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ ആ പേഴ്സൺ എന്താണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ പേഴ്സന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ വ്യക്തമായിട്ടൊരു ധാരണ ലഭിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു അവസരം നിങ്ങളോട് സംസാരിക്കാൻ ലഭിക്കുകയാണെങ്കിൽ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയുമെന്നുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്തിരുന്നു എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപുള്ള സമയം, അതിന് ശേഷമുള്ള സമയം, ആ രണ്ട് സമയത്തും ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു, ആ പേഴ്സൺ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്, ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്തിരുന്നു, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ആ പേഴ്സണ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ആ പേഴ്സൺ അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളതിനൊരു അവസരം ആ പേഴ്സണ് കൊടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സണ് ഇപ്പോഴും അറിയില്ല. പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ആ പേഴ്സൻ്റെ വിഷമം എല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.